ഹനുമാൻ ഹൃദയം തുറന്ന് കാണിച്ചു. അപ്പോൾ കണ്ടത് ശ്രീരാമചന്ദ്രൻ്റെ ചിത്രമാണ് എന്ന് പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ ഹൃദയം ഒന്ന് തുറന്നു നോക്കിയാൽ പാകിസ്ഥാൻ്റെ ഭൂപടം കാണാം. അതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ പാകിസ്ഥാൻ്റെ മനസ്സോടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ്, അയാളുടെ വിശ്വസ്തനായ പ്രൈവറ്റ് സെക്രട്ടറി നേതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നേതാവിൻ്റെ എല്ലാ രഹസ്യവും അറിയാം, പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യം നേതാവിനും അറിയാം. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ചാരനായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ശരിയല്ലേ? അതെ. ചില സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഹൃദയം തുറന്നു നോക്കിയാൽ ചൈനയുടെ ഭൂപടവും കാണും. മാറി മാറി വരും. അത് മാറി മാറി വരും. അപ്പോൾ ISIയുടെ സ്പൈ, ഈ ISI എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ പട്ടാളത്തിൻ്റെ ചാരസംഘടന, ഇൻ്റർ സ്റ്റേറ്റ് ഇൻ്റലിജൻസ്, അതിൻ്റെ ചാരനായിട്ടുള്ള ഷക്കൂർ ഖാൻ. ഈ ഷക്കൂർ ഖാൻ മുൻ രാജസ്ഥാൻ കോൺഗ്രസ് ഗെലോട്ടിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന, ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന മുഹമ്മദ് സാലയുടെ PA ആയിരുന്നു. വളരെ വേണ്ട കോൺഗ്രസ്സുകാരൻ, ജയ്സാൽമീറിൽ എല്ലാവരും അറിയുന്ന കോൺഗ്രസ്സുകാരൻ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ. അപ്പോൾ ഈ മുഹമ്മദ് സാലയോട് അനുവാദം വാങ്ങിയിട്ടും പറഞ്ഞിട്ടും ഒക്കെയാണ് ഇയാൾ 7 തവണ പാകിസ്ഥാനിൽ യാത്ര നടത്തിയിട്ടുള്ളത്. അപ്പം നേതാവിന് വേണ്ടിയിട്ടുള്ള ചില ദൗത്യം കൂടി ഉണ്ടാവും. എന്നിട്ട് തിരിച്ചു വന്നിട്ട്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആലോചിക്കണം, നീ എന്തിനാണ് പാകിസ്ഥാനിൽ പോകുന്നത്? 1 പോയി, 2 പോയി, 3 പോയി, 6 പോയി, 7 പോകുമ്പോഴത്തേക്ക് ഈ നേതാവിന് അസ്വാഭാവികമായി ഒന്നും തോന്നുന്നില്ല എങ്കിൽ അത് സംശയകരമാണ്. കാരണം നേതാവിൻ്റെ കൂടെ അറിവോടും ഒത്താശയോടും കൂടി ആയിരിക്കണം ഈ പോക്കൊക്കെ നടത്തിയിട്ടുള്ളത്. ശരിക്കും പോകുന്നത് ഈ നേതാവ് തന്നെ ആയിരിക്കും. അതെ, അങ്ങനെയാണല്ലോ. പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ. ഇയാൾ പോയാൽ വലിയ വാർത്തയാവും. അപ്പോൾ ഇയാൾക്ക് വേണ്ട ദൗത്യങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടാണ് ഇയാൾ പോകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ധാരാളം സമ്മാനങ്ങൾ കൊണ്ടുവന്ന് ഈ ഷക്കൂർ ഖാൻ മുഹമ്മദ് സാലെ മന്ത്രിക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ISI കൊടുത്തുവിടുന്നതാണല്ലോ. ഈ ഹിന്ദിയിൽ സാലെ എന്നൊക്കെ പറഞ്ഞ എന്ത് തെറിയാണ്, ഇവന് പേരിൻ്റെ കൂടെ തെറിയുള്ളൊരുത്തനാണല്ലോ മുഹമ്മദ് സാലെ. അതൊരുപാട് പേർക്ക് SALEH എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. മറ്റേത് സാലെ ബെഞ്ചു, ഭയങ്കര തെറിയാണത്. അപ്പോൾ സാലയുടെ PA ഓഗസ്റ്റ് കഴിഞ്ഞ 28-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മൊഴിയൊക്കെ എടുത്തു വരുമ്പോഴാണ് മുഴുവൻ ഈ സമ്മാനങ്ങൾ കൊടുത്ത കാര്യങ്ങൾ ഇപ്പം തത്തമ്മേ പൂച്ച പോലെ പറയുന്നത്. ഇയാൾ നേരത്തെ ജയ്സാൽമീറിലെ എംപ്ലോയ്മെൻറ്റ് ഓഫീസില്ലേ, അവിടെ അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. ഇവിടെയും കോൺഗ്രസ്സുകാർ ഇങ്ങനത്തെ ആളുകളെയൊക്കെ ആണല്ലോ എടുത്ത് പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആയിട്ട് വെക്കുക. മുമ്പ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തിരുന്ന ആളോ അങ്ങനെയൊക്കെയാണ് എടുത്ത് വെക്കുക. ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ഈ രക്തസമ്മർദ്ദം BP വേരിയേഷനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഉറങ്ങിക്കളയുന്ന പോലെയൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട് ഇയാൾ എന്ന റിപ്പോർട്ടുകളിൽ കാണുന്നു. ജയ്സാൽമീറിൽ ധനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ മുഹമ്മദ് സാലയും ഇയാളും ഈ ഷാക്കൂർ ഖാനും ഒരേ നാട്ടുകാരാണ്. അവർ ഒരേ ഗ്രാമക്കാരാണ്. ഒരു പാത്രത്തിൽ ഉണ്ണുന്നവരാണ്, ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളത്. അപ്പോൾ ഈ പാകിസ്ഥാനിലേക്കുള്ള യാത്രകൾക്കൊക്കെ മുഹമ്മദ് സാലെ എന്ന് പറഞ്ഞ ഈ മന്ത്രിയായിരുന്നപ്പോൾ പണമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. യാത്ര സ്പോൺസർ ചെയ്തതുമൊക്കെ മന്ത്രി തന്നെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പഴയ മന്ത്രിയിലേക്ക് ഇത് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കും വേണ്ടപ്പെട്ടവനായിരിക്കും, രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ. അതെ, പണമൊക്കെ കൊണ്ട് കൊടുക്കുന്ന ആളുകളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പഴയ മന്ത്രി തന്നെ അറസ്റ്റിലാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. സർക്കാരിന് സാധാരണഗതിയിൽ ഇങ്ങനെ PA ആയിരിക്കുന്ന ഒരാൾ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ, വിദേശത്ത് പോകുമ്പോൾ സർക്കാരിനെ അറിയിക്കണമല്ലോ. ഇയാൾ 7 തവണ പോയപ്പോഴും സർക്കാരിനെ അറിയിച്ചിട്ടില്ല. അതിർത്തിയിലെ ISIക്കാർക്കൊക്കെ പണം വിതരണം ചെയ്യുന്നതും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ അതിർത്തി വരെ പോയാൽ അപ്പുറത്തുനിന്ന് ISIക്കാർ വരുമല്ലോ, അപ്പോൾ ചില കാര്യങ്ങൾ കൊടുക്കുന്നതും അങ്ങനത്തെ പരിപാടികളും ഒക്കെ ഇയാൾ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ നമ്മൾ പഹൽഗാം സംഭവത്തിന് ശേഷം പുറത്താക്കിയ ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഓഫീസർ അഹ്സാൻ ഉർ റഹീം എന്ന് പറയുന്ന ഡാനിഷ്,
അയാളാണല്ലോ ജ്യോതി മൽഹോത്രയും കൊണ്ട് നടന്നത്. മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ഒക്കെ കൊണ്ടുപോയല്ലോ. ആ അഹ്സാനുർ റഹീമുമായിട്ട് ഇയാൾക്ക് അടുത്ത ബന്ധമായിരുന്നു. അപ്പോൾ പലപ്പോഴും പാകിസ്ഥാൻ എംബസിയിൽ പോയിട്ട് ഈ അഹ്സാനുർ റഹീമായിട്ട് ഇയാൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു പല കാര്യങ്ങളും. 49 വയസ്സാണ് ഈ പാകിസ്ഥാൻ ചാരന് ഉള്ളത്. ഈ ഷാലെ മുഹമ്മദ് 2 തവണ MLA ആയിരുന്നു അവിടെ നിന്ന്. ഈ മാത്രമല്ല, ഈ സാലെ മുഹമ്മദിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പീർ പരാരയുടെ ഇന്ത്യൻ പ്രതിനിധി എന്ന് പറയുന്നുണ്ട്. പീർ പരാര എന്ന് പറഞ്ഞാൽ സിന്ധ് പ്രവിശ്യയിലെ പാകിസ്ഥാനിലെ സിന്ധിലെ ഹുസ് സൂഫി സമൂഹത്തിൻ്റെ നേതാവാണ് പീർ പരാര എന്ന് പറയുന്നത്. സിന്ധിലെ സൂഫി സമൂഹത്തിൻ്റെ നേതാവ്. അയാളുടെ ഇന്ത്യയിലെ പ്രതിനിധി ആയിട്ട് ഇയാൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ഈ മുഹമ്മദ് സാലെ. അപ്പോൾ അയാൾക്ക് പാകിസ്ഥാൻ ബന്ധം മുമ്പേ വളരെ തെളിവുള്ളതാണ്. അപ്പോൾ ഇയാളുടെ ഈ സാലയുടെ ബാപ്പ ഗാസി ഫക്കീർ ആണ് ബാപ്പയുടെ പേര്. ഈ ഗാസി ഫക്കീറിനെ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഈ PA ഷക്കൂർ ഖാൻ എന്ന് പറഞ്ഞാൽ കുടുംബപരമായിട്ടും ബന്ധമുണ്ട്. ബാപ്പ മുതൽ ഈ കുടുംബത്തിന് ഈ PAക്ക് അറിയാമായിരുന്നു. ഈ ഫക്കീർ ബാപ്പ 2021 മയ്യത്തായി, 4 കൊല്ലം മുമ്പേ. 7 തവണ ഇയാൾ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. 2 ബാങ്ക് അക്കൗണ്ടുകൾ ഇയാൾക്ക്, അതിലേക്ക് പണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു അക്കൗണ്ട് അടുത്ത കാലത്ത് ഇയാൾ ക്ലോസ് ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ എംബസിയിലെ ഈ ഡാനിഷ് എന്ന് പറഞ്ഞ ഓഫീസർക്ക് പുറമെ സൊഹൈൽ ഖമർ എന്ന് പറഞ്ഞ ഓഫീസറെയും ഇയാൾ പലതവണ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് നമ്മുടെ സൈനിക നീക്കം, മതകേന്ദ്രങ്ങൾ, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ, വിവരങ്ങളൊക്കെ iPhone വഴി കൈമാറിയിരുന്നു. വാട്സപ്പ് കോളുകൾ വഴി സംസാരിക്കുന്നുണ്ടായിരുന്നു. സന്ദേശങ്ങളും ഒക്കെ റിട്രീവ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ഫോണിൽ നിന്ന്. പിന്നെ മുമ്പ് ഈ ജയ്സാൽമീറിലെ SP ആയിരുന്ന IPS ഓഫീസർ പങ്കജ് ചൗധരി, 2013 പങ്കജ് ചൗധരി അവിടെ SP ആയിരുന്നു. അങ്ങേര് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അഴിമതി കേസുകളൊക്കെ ഈ സാലയ്ക്കെതിരെ അങ്ങേര് SP ആയിരുന്നപ്പോൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് SP സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് തെറിച്ചുപോയി ജയ്സാൽമീറിൽ നിന്ന്. അപ്പോൾ ഒരു തവണ, 7 തവണ പോയതിൽ ഒരു തവണ ഇയാൾ 60 ദിവസം പാകിസ്ഥാനിൽ താമസിച്ചിരുന്നു. 60 ദിവസമോ? 2 മാസം? 2 മാസം താമസിച്ചിട്ടുണ്ട്. ഇയാൾ ഷക്കൂർ ഖാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുറമെ യൂട്യൂബർ ജസ്ബീർ സിംഗ് എന്ന് പറഞ്ഞൊരാളെയും കഴിഞ്ഞ ദിവസം ചാരനായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജ്യോതി മൽഹോത്രയൊക്കെ ആയിട്ട് നമ്മുടെ മലബാറിലൊക്കെ വന്നിട്ടുള്ള, കൊച്ചിയിൽ വന്നിട്ടുണ്ട്. നേവൽ ബേസിന്റെയും മറ്റേ ഷിപ്പ്യാർഡിന്റെ ഒക്കെ മുന്നിൽ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. മൂന്നാറിൽ വന്നിട്ടുണ്ട്. ഏഴിമല നാവിക അക്കാദമിയുടെ അടുത്ത് പോയിട്ടുണ്ട്. അവരുടെ സുഹൃത്ത് ജസ്ബീർ സിംഗിനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് 1 മില്യൺ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ഇൻസ്റ്റയിലൊക്കെ. ജ്യോതി മൽഹോത്രയായിട്ട് മാത്രമല്ല പാകിസ്ഥാനുമായിട്ടും അയാൾക്ക് ബന്ധമുണ്ട്. റോപ്പറിലെ മഹ്ലാൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്, പഞ്ചാബ്. അയാളുടെ ചാനലിൻ്റെ പേര് ജാൻ മഹൽ എന്നാണ്. അയാളെ ഹാൻഡിൽ ചെയ്തിരുന്ന പാകിസ്ഥാൻ്റെ ISIയിലെ ചാരൻ ജാട്ട് രൺദാവ എന്ന് പറയുന്ന ആളാണ്. ഈ ജാട്ട് രൺദാവയ്ക്ക് ഷക്കീർ എന്ന വേറൊരു പേരും ഉണ്ട്. ഏതായാലും കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് ദേശാഭിമാനികളുടെ കൂടാരമായിരുന്നു. രാജ്യത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നില്ല, യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഇല്ല. ആ സമയത്ത് ഈ റഷ്യൻ ചാരന്മാരായ, അല്ല, ഞാൻ യഥാർത്ഥ കോൺഗ്രസ്, ദേശീയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ദിരാ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെയും കാര്യമല്ല പറയുന്നത്. അതിൻ്റെ പ്രേതം പോലെ നടക്കുന്ന ഇന്നത്തെ കോൺഗ്രസ് പാകിസ്ഥാനല്ല, ചൈനയല്ല, ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന ആർക്ക് വേണ്ടിയും എന്തു വിടുപണിയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ രാഹുൽ ഗാന്ധി എന്ന പറയുന്ന മനുഷ്യൻ നിർലജ്ജമായി ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റുപോയി എന്ന്
പ്രസ്താവന ഇറക്കിയത്. പാകിസ്ഥാനിലെ ചാനലുകളിൽ പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറയുന്നതിന് തെളിവായി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ തോറ്റു, ഇന്ത്യ തോറ്റു എന്ന് പറഞ്ഞതിൻ്റെ വാർത്ത കാണിക്കുകയാണ്. അയാളുടെക്കെതിരെയുള്ള ഇപ്പോൾ കേസ് സുപ്രീം കോടതി കുറച്ച് ചീത്ത പറഞ്ഞത്, അപ്പീൽ തള്ളിയത്, അതിൽ അയാൾ പറഞ്ഞത് അരുണാചൽ പ്രദേശിൽ ചൈനീസ് ഭടന്മാർ ഇന്ത്യൻ ഭടന്മാരെ തല്ലി. സുപ്രീം കോടതിയല്ല, അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച്. അതെ, ആ ലക്നൗ ബെഞ്ച് പറഞ്ഞത് അതിന് കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തത് സുപ്രീം കോടതി ഇന്നലെ എടുത്ത് കളഞ്ഞല്ലോ, തള്ളി. അപ്പോൾ സുപ്രീം കോടതി ഇയാളെ കുറേ ചീത്തയും പറഞ്ഞല്ലോ, സൈന്യത്തിന് മാനനഷ്ടം ഉണ്ടാക്കുക. അതെ അതെ. ഇയാൾ പറഞ്ഞത് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ ഭടന്മാരെ തല്ലി ഓടിക്കുകയാണ്, ചവിട്ടിക്കൂട്ടുകയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അയാൾ വേറൊന്ന് പറഞ്ഞില്ലേ, ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇന്ത്യക്കെതിരെയാണ് ഞങ്ങളുടെ ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്കും പാകിസ്ഥാനും വേണ്ടിയാണ് നിലകൊള്ളുന്നത്, സോറോസിന് വേണ്ടിയൊക്കെ. അപ്പോൾ പിന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാനത്തെ മന്ത്രിയുടെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പ്രൈവറ്റ് സെക്രട്ടറി ഇവരൊക്കെ പാകിസ്ഥാന് വേണ്ടി ഡയറക്റ്റ് ചാരവൃത്തി ചെയ്യുന്നതും പാകിസ്ഥാനിൽ പോയി സുഖലോലുപരായി താമസിക്കുന്നതും അവിടുന്ന് പണം ഉണ്ടാക്കുന്നതും ഒരു തെറ്റല്ല കോൺഗ്രസ്. തെറ്റല്ല എന്ന് മാത്രമല്ല, ഈ മുഹമ്മദ് സാലെ എന്ന് പറഞ്ഞ ആൾക്ക് അവിടുന്ന് കിട്ടുന്ന സമ്മാനങ്ങളുണ്ടല്ലോ, അതിൽ കുറച്ച് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നതും ഉണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തന ഏതായാലും ചാരവൃത്തി കേസിൽ ഡയറക്റ്റ് തെളിവോടുകൂടി പിടിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.